ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മീനാക്ഷി കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലുണ്ടായ വിശേഷം പറയാൻ. രാത്രിയിലെ വിശേഷോ? അതെന്താ? രാത്രി മാധവേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. രാത്രി അച്ഛൻ ചന്ദ്രികമ്മെ കാണാൻ വന്നോ? ആ ഗേറ്റ് തുറന്നു വന്ന അകത്ത് കയറിയത്. വീടിന്റെ പുറകിലൂടെ പതുങ്ങി പതുങ്ങി വന്ന് എന്റെ മുറി കണ്ടുപിടിച്ചു. തുറന്നു കിടന്ന ജനാലയിലൂടെ തലയിട്ട് എന്നെ വിളിച്ചുണർത്തി. എന്റെ ദേവി, ഞാൻ എന്തായി കേക്കുന്നേ? വയസ്സായ അച്ഛൻ ഇത്ര റിസ്ക് എടുത്ത് വന്ന് അമ്മയെ കണ്ടുവന്നോ? പ്രേമത്തിന് കണ്ണില്ലാന്ന് പറയുന്നത് വെറുതെ അല്ല. ആ അതുമാത്രല്ല, പ്രായമില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. എന്നിട്ട് കേക്കട്ടെ. ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തുറന്നേ ഞാൻ പുറത്തിറങ്ങി മാധവേട്ടന്റെ അടുത്തെത്തി. അമ്പടിക്കള്ളി, വല്ലാത്ത ധൈര്യം തന്നെ. എനിക്ക് വിവാഹ വാർഷിക സമ്മാനവും കൊണ്ടുവന്നിരുന്നു. ഒരു പട്ടുസാരിയും ഒരു മുഴം മുല്ലപ്പൂവും. ആഹാ, ഗംഭീര സമ്മാനം. വയസ്സുകാലത്ത് ഭാര്യ പട്ടുസാരി കൊടുത്ത് മുല്ലപ്പൂവും ചൂടി പഴയ ചന്ദ്രിക പെണ്ണായിക്കോട്ടെന്ന് കാമുകം കരുതിയിട്ടുണ്ടാവും. സമ്മാനം തന്നിട്ടേ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കണ്ടോ കണ്ടോ, ചന്ദ്രിക പെണ്ണ് നാണത്താലാകെ ചുമന്നു. അടി തരും. എന്നിട്ട് ബാക്കിയോടെ കേക്കട്ടെ. ബാക്കിയൊന്നുമില്ല. അപ്പോ ഇന്നലെ രാത്രി ഈ ആകാശത്തിലെ ചന്ദ്രബിംബങ്ങളൊക്കെ മാധവചന്ദ്രികമാരുടെ പ്രണയത്തിന് സാക്ഷിയായി. ആകാശദീപങ്ങൾ സാക്ഷി, ആത്മീയ ശൈലങ്ങൾ സാക്ഷി. പെട്ടെന്നേ മുകളിലത്തെ നിലയിൽ ലൈറ്റ് തെളിഞ്ഞു. മനോജോ ഹരിത ഉണർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ഓടി അകത്ത് കയറി മുറി അടച്ചു. മാധവേട്ടൻ പുറത്തെ ജനലിന്റെ അരികിൽ ഒളിച്ചു നിന്നു. താഴേക്ക് വന്നത് ഹരിതയായിരുന്നു. അവള് മാധവേട്ടനെ കണ്ടു. കണ്ടോ? കണ്ടോന്ന് പറഞ്ഞ ഒരാളിന്റെ നിഴല് മാത്രമേ കണ്ടുള്ളൂ. മാധവേട്ടനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. കള്ളനോ? എവിടെ? അവിടെ മനോജ്, അടുക്കള ഭാഗത്ത് ഒരാൾ നിൽക്കുന്ന നിഴൽ ഞാൻ കണ്ടതാ. കള്ളൻ കള്ളന്ന് ഹരിത വിളിച്ചു പോവാൻ തുടങ്ങി. അപ്പോഴേക്കും മനോജും വന്നു. രണ്ടുപേരും പുറത്തിറങ്ങി എമ്പാടും തെരഞ്ഞിട്ടും കള്ളനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആശ്വാസം. ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്ത് പറഞ്ഞ മനുഷ്യന് ടെൻഷൻ ആവില്ലേ? മാധവേട്ടൻ എന്ന കള്ളക്കാമുകനെ ആരും കണ്ടില്ലെന്ന് സാരം. അതെ, പിന്നെ മാധവേട്ടന് എന്തു പറ്റിയെന്ന് ഒരറിവുമില്ല മീനാക്ഷി. അറിയാൻ എന്തിരിക്കുന്നു? മതില് ചാടി വന്ന കാമുകന് അതേ മതില് തിരിച്ചു ചാടി കിടക്കാൻ അറിയായിരിക്കുമല്ലോ. അച്ഛൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും.